ഹായ് ഹലോ എസ്കേപ്പ് റേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ ആ മെഷീൻ മേടിച്ചതിന് ശേഷമാണ് മെറ്റലൊക്കെ അതിൽ വെച്ച് കട്ട് ചെയ്തത്. അതിന് മുന്നേ പട്ടയും കമ്പിയൊക്കെ കണ്ടിക്കാനായിട്ട് നമ്മൾ വേറൊരു മെഷീനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, മാനുവലായിട്ടുള്ളൊരു മെഷീൻ. അതാണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങളത് എടുത്തുകൊണ്ട് വരാം. ഇപ്പം നിലവിൽ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. കേട്ടോ കാല് ഇവിടെ ഇപ്പം നിങ്ങൾ അധികം പേര് ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഇത് ഇങ്ങനെയാണ് ഈ ഐറ്റം വരുന്നത്. ഇതൊരു തടിയുടെ ബേസിലാണ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മാനുവലായിട്ട് ഈ ഹാൻഡിലിൽ വലിച്ചിട്ടാണ് നമ്മൾ മെറ്റൽ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പട്ടയും കമ്പി ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ മെഷീൻ ഒരിക്കലും തനിയെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അത് അത്യാവശ്യം പാടായിരിക്കും തന്നെ പ്രവർത്തിക്കാനായിട്ട്. ഇവിടെ രണ്ട് ബ്ലേഡാണ് വരുന്നത്. ഭയങ്കര കട്ടിയുള്ള മെറ്റലിൻ്റെ രണ്ട് ബ്ലേഡുകൾ ഈ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു വലിയ ഒരു മെറ്റലിൻ്റെ ബ്ലേഡ് പീസാണ് വരുന്നത്. ബ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഒരു പ്രത്യേകതരം മെറ്റലാണിത്. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അത് രണ്ട് സ്ഥലത്തും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ പട്ട ഇവിടെ വെച്ചിട്ട് ഈ ഹാൻഡിൽ വലിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് കണ്ടിച്ച് നോക്കാം. ഈ പട്ട മാക്സിമം ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ശരിക്കും ഒരു സൈഡിൽ അമർത്തി പിടിക്കണം ഒരാൾ. എന്നിട്ട് മറ്റേ സൈഡ് ഇപ്പോൾ ഉപയോഗിക്കാതിരുന്നതിന് മൂർച്ചയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കണ്ടിട്ടുണ്ടോ? കുറച്ച് ഇല്ല, അത് നീളം കുറവേണ്ട. ഈ ചവിട്ടി പിടിച്ചോടെ. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇത് ചെറിയൊരു പട്ട വെച്ചാണ് ഇത്ര ഇത്. ഇത് ഇങ്ങനെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിച്ച് കിട്ടും. അത് കാണിച്ച് ഹെവി ലോഡാണ്. ഇതുണ്ട്. അപ്പോൾ പട്ടയ്ക്ക് നീളം കുറവുള്ള പട്ട കണ്ടിക്കാൻ പാടാണ്. കാരണം ഈ സൈഡിൽ പിടിച്ചു കൊടുക്കണം നല്ല രീതിയിൽ ബലത്തിൽ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ് കണ്ടിക്കാനായിട്ട്. നല്ല നീളമുള്ള പട്ടയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീക്കി കൈ പിടിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ ഞങ്ങളിത് ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. കമ്പി കട്ട് ചെയ്യണ കാണാം. ഇത് ഭയങ്കര വെയിറ്റ്, നമുക്ക് ഭയങ്കര ലോഡ് വരുന്നതാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ. നമുക്ക് ഇനി അടുത്ത് കമ്പി കട്ട് ചെയ്യണത് നോക്കാം. കമ്പി കട്ട് ചെയ്യാന്ന് വെച്ചാൽ പട്ട കട്ട് ചെയ്യണതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഹോൾ വരുന്നുണ്ട്. ആ ഹോളിലേക്ക് നമുക്ക് ഈ കമ്പി ഇങ്ങനെ കയറ്റിയിടാം. കയറ്റിയിട്ട് സെയിം രീതിയിൽ നമുക്ക് അമർത്തി കൊടുത്താൽ കമ്പി കട്ടാവും. നല്ല ലോഡ് ഉപയോഗിക്കാം. നല്ല ലോഡ് ഉപയോഗിച്ചാൽ മാത്രമാണ് ഇത് മുറിഞ്ഞു വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ മെഷീൻ ഇപ്പോൾ ഉപയോഗിക്കാത്തത്. നമുക്ക് എല്ലാവർക്കും ഫിസിക്കലായിട്ട് കുറേ സ്ട്രെസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ മെഷീൻ ഇപ്പോൾ ഉപയോഗിക്കാണ്ട് എടുത്തു വെച്ചേക്കുന്നത്. പക്ഷേ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫണ്ണായിരുന്നു. ഈ സാധനം ചെയ്യുന്ന സമയത്ത് അച്ഛനും വല്യച്ഛനും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഇത് വലിക്കുവർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, കുറച്ച് രസകരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ നമുക്ക് കൈക്കും ശരീരത്തിനും മൊത്തത്തിന് ഭയങ്കര അധ്വാനമാണ് ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഒരുപാട് സമയം എടുക്കും ഇത് കട്ട് ചെയ്ത് തീർക്കാനായിട്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല. കറണ്ട് ഇല്ലാത്തപ്പോൾ ഇത് ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ചില പണി വരുമ്പോൾ മഴക്കാലത്തൊക്കെ കറണ്ട് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മളിത് ഉപയോഗിച്ച് കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പട്ടയും കമ്പിയൊക്കെ ഇത് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ പേര് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു മെഷീനുണ്ട്. അപ്പോൾ നിങ്ങളെ അതൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു മെഷീനുമായിട്ട് കാണാം. ബൈ ബൈ. നീ വാങ്ങൂടി, ഇത് എടുത്തു വയ്ക്ക്. അറിയൂ അവിടെ എടുത്തോടെ തന്നെ എടുത്തു. കൈ നോക്ക് പിടിക്ക്. വീട്